പിന്നെ എന്തിനാണ് പുറത്തുനിന്ന് ഒരാളുടെ സ്പോൺസറുടെ പൈസ വാങ്ങി ഞങ്ങൾക്ക് പെൻഷൻ കൂട്ടി തരേണ്ട ആവശ്യം എന്താണ്? അതിനേക്കാളും നല്ല ഞങ്ങളങ്ങ് തെണ്ടാൻ വിടുന്നതല്ലേ. അതെ, ഞങ്ങൾക്ക് എന്തിനാ മറ്റുള്ളവരുടെ ഔദാര്യം? ഞങ്ങളുടെ സംഘടന തരുന്ന കൈനീട്ട അഭിമാനപൂർവ്വം ഞങ്ങളത് വളരെ സന്തോഷത്തോടെ സ്വീകരിക്കുന്ന ആ പൈസക്ക് 1500 രൂപയ്ക്ക് ഒരു സ്പോൺസർ കണ്ടുപിടിച്ചുകൊണ്ട് വന്നിരിക്കുന്നു പുറത്തുനിന്ന്. ജസ്റ്റിസ് ഫോർ അൻസിബ. അൻസിബ എന്ന പെൺകുട്ടിക്ക് നീതി ഈ നാട്ടിലെ നിയമപാലകർ മേടിച്ചു കൊടുക്കും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? താഴെ കമന്റ് ബോക്സിൽ പറയുക. നമ്മളെ കൊണ്ട് സാധിക്കുന്ന രീതിയിലേക്ക് ആ പെൺകുട്ടിക്ക് സപ്പോർട്ടുമായി നമുക്ക് മുന്നോട്ട് തന്നെ പോകാം. ഇന്നലെ നിങ്ങൾക്കറിയാം, ഉഷ ഹസീന എന്ന് പറയുന്ന ഒരു ആക്ട്രസ്, അവരുടെ ഒരു ഇന്റർവ്യൂ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അവർ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അൻസിബയെ പറ്റി പറയുന്നുണ്ട്, ലക്ഷ്മിപ്രിയയെ പറ്റി പറയുന്നുണ്ട്, അമ്മ എന്ന് പറയുന്ന താരസംഘടനയിൽ നടക്കുന്ന ചെറ്റത്തരത്തെ പറ്റി വളരെ വ്യക്തമായിട്ട് ഉഷ ഹസീന പറയുന്നുണ്ട്. ഈ ഒരു AMMA എന്ന താരസംഘടനയുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ ഉടലെടുത്തപ്പോൾ തന്നെ ഞാൻ പല കാര്യങ്ങളും, എനിക്ക് കിട്ടിയ പല ഇൻഫർമേഷൻസും സംശയം എന്ന രീതിയിൽ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതാ ഇങ്ങനെയൊക്കെ കേൾക്കുന്നു, സംശയമാണേ, സത്യമായിട്ട് എന്താണ് നടക്കുന്നതെന്ന് ലക്ഷ്മിപ്രിയ ചേച്ചി ഒന്ന് പറയൂ എന്നും പറഞ്ഞാണ് ഞാൻ പല 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 കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചത്. അതൊക്കെ പലർക്കും നല്ല രീതിയിൽ തന്നെ കൊണ്ടിട്ടുണ്ട്. കാരണം കേസായിട്ട് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. കാരണം ഞാൻ ഇങ്ങനെയാണ് എന്നും പറഞ്ഞ് അങ്ങോട്ട് ഉറപ്പിച്ചെവിടെയും വെച്ചിട്ടില്ല. സംശയങ്ങൾ നമുക്ക് ചോദിക്കാമല്ലോ. അതുകൊണ്ട് തന്നെ പല ആൾക്കാർക്കും കുരു പൊട്ടുന്നുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ പല ആൾക്കാരും ഇനിയും നമ്മുടെ വീഡിയോ അല്ലെങ്കിൽ ചാനൽ ഇല്ലാതാക്കാൻ ശ്രമിക്കും, ദുഷ്ടശക്തികളെ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കട്ട സപ്പോർട്ട് വേണേ. എല്ലാവരും വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ വീഡിയോ കംപ്ലീറ്റ് ആയി കഴിഞ്ഞതിന് ശേഷം രേഖപ്പെടുത്തുക. കമന്റ് ബോക്സിന്റെ തൊട്ടപ്പുറം ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിച്ചാൽ അതിലും ക്ലിക്ക് ചെയ്യുക. പിന്നെ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന ആരെങ്കിലും ഒക്കെ ഇവിടെ കറങ്ങി നടപ്പുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നേരത്തെ പറഞ്ഞതുപോലെ ഉഷ ഹസീന ചേച്ചിയുടെ ആ ഒരു ഇന്റർവ്യൂ, അതിലവർ പറയുന്ന കാര്യങ്ങൾ, ഞാൻ പറഞ്ഞതാണ്, ഈ അദാനി ഗ്രൂപ്പിന്റെ ഒരു ഇൻവോൾവ്മെന്റ്, അതിന്റെ ആവശ്യം എന്താണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. അദാനി ഗ്രൂപ്പിന്റെ ഈ വരുന്ന മാസം 14-ാം തീയതി 15 ലക്ഷം രൂപ കിട്ടുക എന്നൊക്കെ പറയുന്നത് എനിക്ക് അത്ര വലിയ കാര്യമായിട്ടൊന്നും തോന്നുന്നില്ല. പ്രത്യേകിച്ച് അമ്മ എന്ന സംഘടനയ്ക്ക് ഒരു ഷോ നടത്തിയപ്പോൾ, ഒരു മറ്റേ ഈ കുടുംബ സംഗമം നടത്തിയപ്പോൾ അതിൽ 20 മിനിറ്റ് പെർഫോം ചെയ്ത സ്റ്റീഫൻ ദേവസിക്ക് 13.5 ലക്ഷം കൊടുക്കാൻ പറ്റുന്ന ഒരു സംഘടന, അവിടെ അദാനിയുടെ 15 ലക്ഷം വരുന്നത് അത്ര വലിയ കാര്യമായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. 15 ലക്ഷം ആയിരിക്കത്തില്ല, കോടികളായിരിക്കും. പിടികിട്ടിയോ? പിന്നെ അതങ്ങോട്ട് ഇരുന്ന് വച്ച് താങ്ങാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് 15 ലക്ഷം ആക്കിയെന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ ഈ ഉഷ ഹസീന ചേച്ചി ചോദിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇത്രയും കാലം അമ്മയിൽ കണ്ടുവരാത്ത പല കാര്യങ്ങളാണ് ഈ ലാസ്റ്റ് ഒരു 10 മാസമായിട്ട് ശ്വേതാ മേനോന്റെ നേതൃത്വത്തിലുള്ള ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി വന്നതിന് ശേഷം അവിടെ കാണാൻ സാധിച്ചത്. ഒരു സ്പോൺസറിനെ കൊണ്ടുവരുന്ന ആൾക്ക് ആ കൊണ്ടുവരുന്ന എമൗണ്ടിന്റെ 20% അങ്ങോട്ട് എടുക്കാം. അതൊന്നും ഞങ്ങൾ ഇതുവരായിട്ട് കേൾവി പോലും ഇല്ലല്ലോ എന്നാണ് ഉഷ ഹസീനയൊക്കെ പറയുന്നത്. അവർ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, നമുക്കത് കേൾക്കാം, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. ഞാൻ ഇതൊരു ചാനൽ, ഒരു മെയിൻ സ്ട്രീം ചാനൽ വന്നൊരു ഇന്റർവ്യൂ ആണ്. നമുക്കിത് കാണിക്കാൻ ഒരു ഓപ്ഷൻ ഇല്ല, കാരണം ചാനൽ അടിച്ച് കളയും അവർ. ഡെഫിനറ്റ് ആണ്, എനിക്ക് പണി കിട്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ട് ഞാൻ വോയിസ് ആണ് കേൾപ്പിക്കുന്നത്. നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും, നന്നായിട്ട് കേൾക്കാൻ പറ്റും. അപ്പോൾ ഇത് കേൾക്കുക, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. ആ ഓഫീസിൽ ഒരു സംഘടനയിൽ നടക്കാൻ പാടില്ലാത്ത കുറേയേറെ കാര്യങ്ങളാണ് നടന്നിട്ടുള്ളത്. നാണക്കേടായി. അമ്മ എന്ന് പറയുന്ന സംഘടന വല്ലാത്ത നാണക്കേടില്ല. സ്ത്രീകളായ നമുക്ക് ആർട്ടിസ്റ്റുകളാണെന്ന് അമ്മയിലെ അംഗമാണ്, പുറത്തോട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് ആൾക്കാരുടെ ചോദ്യങ്ങൾക്ക് മറുപടി ഇല്ലാത്തൊരവസ്ഥ, അത്രയ്ക്ക് നാണക്കേട് ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. ഈ അധോലോകം പോലെയൊക്കെയാണ് അതിനകത്ത്. ഒരു മാനേജർ വന്ന് പറയുന്നു അവരെ കുറിച്ചുള്ള സെക്രട്ടറി അവരെ പിരിച്ചുവിട്ടതിന്റെ പിന്നിൽ ഇതാണ് കാര്യം, ട്രഷററെ കുറിച്ച് പറയുന്നു. അപ്പൊ ആ ട്രഷറർ ആ മെസ്സേജിനെ കുറിച്ച് സെക്രട്ടറി അവരെ അങ്ങനെ അയാളൊരു പാവം ഏകാന്തത അനുഭവിക്കുന്ന ആളാണ്. അതൊക്കെ വളരെ മോശം കാര്യങ്ങളാണ് പുറത്തോട്ട് വന്നത്. അതിനുശേഷം ഒരു സെക്യൂരിറ്റി പറയുന്നു ഈ സെക്രട്ടറി മാനേജറുമായിട്ട് അവിഹിത ബന്ധമുണ്ടെന്ന് പറയാൻ സെക്രട്ടറി നിർബന്ധിച്ചു. എങ്ങനെ പിന്നീട് അതാണ് ആദ്യം വന്നത്. അതെ, അതിനുശേഷം അതൊക്കെ കുടുംബസംഗമത്തിന് ശേഷമാണ്. കുടുംബസംഗമത്തിന് മുമ്പാണ് ലക്ഷ്മിപ്രിയ അൻസിബയും തമ്മിലുള്ള ഇഷ്യൂ ഉണ്ടായത്. അതൊക്കെ ഞങ്ങൾക്ക് നമ്മൾ സുഹൃത്തുക്കളായതുകൊണ്ട് അറിയാം.
പക്ഷെ അത് ഇത്രയും വലിയൊരു വിഷയമാകുമെന്ന് നമ്മൾ അറിഞ്ഞിട്ടില്ലായിരുന്നു. പിന്നീട് കുടുംബസംഗമം കഴിഞ്ഞ് ഈ ഇഷ്യൂസ് ഒക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കാണ് അൻസിബ, അതിനു മുമ്പ് അൻസിബ പല പ്രാവശ്യം രാജിവെക്കണമെന്ന് പറഞ്ഞത്. അപ്പൊ നമ്മളൊക്കെ ഞാനും പൊന്നമ്മ ചേച്ചിയൊക്കെ ആയിട്ട് എപ്പോഴും കമ്മ്യൂണിക്കേഷൻ ഉള്ളതുകൊണ്ട് വന്ന് ഇപ്പൊ രാജിവെക്കരുത്, നോക്കാം, നമുക്ക് ജനറൽ ബോഡി വരട്ടെ, ജനറൽ ബോഡി വരെ കാത്തിരിക്കണമെന്ന് പറഞ്ഞു. പക്ഷെ അൻസിബ കൊടുത്തതിന് ശേഷം ഞാൻ രാജി കൊടുത്തു കേട്ടോ എന്ന് പറഞ്ഞു. അയ്യോ വേണ്ടായിരുന്നു എന്ന് ഞങ്ങൾ പറയുകയും ചെയ്തു. പക്ഷെ ജനറൽ ബോഡി വരട്ടെ, ജനറൽ ബോഡി വരെ ഞാൻ ഇരിക്കാം എന്നവള് പറഞ്ഞിട്ടുമുണ്ടായിരുന്നു. പക്ഷെ ജനറൽ ബോഡിക്ക് തൊട്ട് മുമ്പ് തന്നെ അവളെ വിളിച്ച് ചോദിച്ചു, അൻസിബ രാജി ഞങ്ങള് എക്സിക്യൂട്ടീവിൽ പിന്നെ ഇതിൽ ഉറച്ചു നിൽക്കുകയാണോ എന്ന് ചോദിച്ചപ്പോ അതെ എന്നാ ഇപ്പൊ നമ്മളത് തീരുമാനിക്കാന്ന് പറഞ്ഞ് സ്വീകരിച്ചെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോ ഇത്രയും പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായപ്പോ ജനറൽ ബോഡിയിൽ വരുമ്പോ അതുവരെ മുഖത്തോട് മുഖം നോക്കാത്ത, തമ്മി ചളി വാരി എറിയുകയും പരസ്പരം വഴക്കുണ്ടാക്കിക്കൊണ്ടിരുന്ന ആൾക്കാര് ജനറൽ ബോഡിയിൽ വന്നു കഴിഞ്ഞപ്പോ ഇവരൊരു പ്രശ്നവും ഇല്ല. ഭയങ്കര സുഹൃത്തുക്കൾ. ഇവിടെ ഇതൊന്നും നടന്നിട്ടില്ല, അങ്ങനെ ഒരു സംഭവമേ ഇല്ലാന്നുള്ള രീതിയിലാണ് ഇവരവിടെ വന്ന് ഇരുന്ന് കഴിഞ്ഞാൽ എന്നാ ഇവർ പറയണ്ടേ? ഈ അംഗങ്ങൾ വിഡ്ഢികളും മണ്ടന്മാരും ഒന്നും അല്ലല്ലോ. ബാക്കി ഞാൻ കേൾപ്പിക്കാമേ. സി, ആ ഒരു ഒത്തൊരുമ അത് ആരുടെയാണെന്ന് നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ. കുക്കു പരമേശ്വരൻ, ശ്വേതാ മേനോൻ, ഇവരുടെ. കാരണം അവർ അന്തർധാനിയിലൂടെ എല്ലാം കോംപ്രമൈസ് ചെയ്തു. എന്നാൽ ആദ്യമേ ഈ ഒരു വിഷയങ്ങൾ തുടങ്ങുമ്പോൾ ഈ അൻസിബ, ലക്ഷ്മിപ്രിയ അല്ലെങ്കിൽ അമ്മ എന്ന താരസംഘടനയുമായിട്ടുള്ള പ്രശ്നങ്ങൾ തുടങ്ങുന്നത് കുക്കു പരമേശ്വരൻ, അവിടുത്തെ സെക്യൂരിറ്റി, അവിടെ വർക്ക് ചെയ്തിരുന്ന ഒരു മാനേജർ, ഇവർ കുറച്ച് പേരെ കണക്ട് ചെയ്തിട്ടാണ് ഒരു പ്രശ്നം പൊട്ടിത്തുടങ്ങുന്നത് അമ്മ എന്ന താരസംഘടനയിൽ. എന്നാൽ ഇപ്പോൾ ആ ഒരു പ്രശ്നത്തിൻ്റെ ഒന്നും നമുക്ക് കാണാനില്ല, ഒന്നുമില്ല. കാരണം അത് അണിയറയിൽ അത് ഒതുക്കി തീർത്തു. ആ മാനേജർ കുറച്ച് അലിഗേഷൻസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ അതൊന്നും ഇപ്പം ഇല്ല. നിങ്ങൾ കേൾക്കുന്നുണ്ടോ? എന്തെങ്കിലും നിങ്ങൾ അതിനെപ്പറ്റി കാണുന്നുണ്ടോ? ഇല്ല. ഇവിടെ ഒതുക്കാൻ പറ്റാത്തത് ഒറ്റൊരാളേ ഉള്ളൂ, അൻസിബയെ. പിടികിട്ടിയോ? ഇല്ലെങ്കിൽ ഇതും ഒതുക്കി തീർന്നേനെ. ആ പെൺകുട്ടി നിയമത്തിന്റെ വഴിയെ എന്നും പറഞ്ഞാണ് ഇറങ്ങിയത്. പക്ഷെ പോലീസ് സ്റ്റേഷനിലെത്തി, ഒന്നുമില്ല. നിങ്ങൾ കണ്ടല്ലോ, ഇന്നലെ വീണ്ടും അൻസിബ ഒരു റിക്വസ്റ്റ് ഒക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. SHO, നമ്മുടെ പാലാരിവട്ടം സ്റ്റേഷനിലെ SHOയെ മാറ്റണം. അയാൾ ഒന്നും ചെയ്യുന്നില്ല. അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ അപ്പോഴേ ഓടിച്ചു പറഞ്ഞു വിടുക. പിടികിട്ടിയോ? കഴിഞ്ഞ ദിവസം ഒരു പരാതിയും കൊണ്ട് ചെന്നപ്പോഴത്തേക്ക് പരാതി സ്വീകരിക്കാൻ മടി, സ്വീകരിച്ചതിന് റെസിപ്റ്റ് കൊടുക്കാൻ മടി. ഇങ്ങനെയുള്ള പരിപാടികളാണ് നടക്കുന്നത്. പിടിപാടുകൾ ഉള്ള ആളുകൾ പുറകിൽ നിന്ന് കളിക്കുന്നതാണ് മെയിൻലി. ഇതൊക്കെ ഇവിടെ നിന്ന് പറയുന്ന നമുക്കിനി എന്തെങ്കിലും വന്ന് ആര് സപ്പോർട്ട് ചെയ്യുമെന്ന് എനിക്കറിയില്ല. കാരണം അവരെ പോലുള്ള ആളുകൾക്ക് ആരുമില്ല. അപ്പോൾ പിന്നെ സാധാരണക്കാരായ നമ്മുടെ അവസ്ഥയോ ഒന്ന് ആലോചിച്ച് നോക്കിയേ നിങ്ങൾ. നമുക്ക് ബാക്കി കേൾക്കാം. ബുദ്ധിയുള്ളവരും ഒക്കെ അല്ലേ. അപ്പൊ അവരോട് എന്ത് പറഞ്ഞു, ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ വീഴ്ച പറ്റി, തെറ്റ് പറ്റിപ്പോയി, ഞങ്ങൾ അതുകൊണ്ട് ഇനിയുള്ള സമയം ഞങ്ങൾ നന്നായിട്ട് ഇങ്ങനെയുള്ള വീഴ്ചകളൊന്നും ഇല്ലാതെ തന്നെ മുമ്പോട്ട് പൊക്കോളാം എന്ന് ആദ്യം തന്നെ ഇവരെല്ലാവരും കൂടെ വന്നൊന്ന് നിന്ന് ആൾക്കാർ പറഞ്ഞാൽ മനസ്സിലാക്കുമായിരുന്നു. അതൊന്നും ചെയ്യാതെ പ്രസിഡന്റ് വന്നിട്ട് ഈ മുൻപ് നടന്ന കാര്യങ്ങളെ കുറിച്ചൊന്നും അവർ പറയുന്നില്ല. 1500 രൂപ വീതം നമ്മൾ പെൻഷൻ കൂട്ടിത്തരും, അതിനൊരു സ്പോൺസർ ഉണ്ട്, അമ്മയുടെ ഫണ്ടിൽ നിന്ന് എടുക്കത്തില്ല, അതിനൊരു സ്പോൺസർ ഉണ്ട്. പിന്നെ എന്തുവാ, അടുത്ത ജനറൽ ബോഡി തായ്ലൻഡിലാണ്, 4 ദിവസം തായ്ലൻഡിൽ പോയി നമ്മൾ അടിച്ചു പൊളിക്കും. ഇത് പറഞ്ഞു, ഇതൊക്കെയാണ് അവർ പറയുന്നത്. അപ്പോ അക്കൗണ്ട്സ് റിപ്പോർട്ട് അവതരിപ്പിക്കുക. സാധാരണ ഒരു ജനറൽ ബോഡി എന്ന് പറയുമ്പോൾ നമുക്ക് ഇത്രയും കാലത്തിനിടയ്ക്ക് നമ്മൾക്ക് പോസ്റ്റൽ വഴി 1 മാസം മുമ്പ് നമുക്ക് അക്കൗണ്ട്സ് പിന്നെ അക്കൗണ്ട് വരാറുണ്ട്, റിപ്പോർട്ട് വരാറുണ്ട്, കണക്കൊക്കെ വരുന്നതാണ്. ഞാനിത് നേരത്തെ വളരെ മുമ്പ് തന്നെ പറഞ്ഞു വെച്ചൊരു കാര്യമാണ്. ഒരു ജനറൽ ബോഡി വരുന്നതിനും 21 ദിവസം മുമ്പ് കണക്കും കാര്യങ്ങളും ഒരു ഇയറിന്റെ റിപ്പോർട്ട്, പ്രോപ്പർ റിപ്പോർട്ട് എല്ലാം കൊടുക്കണം എല്ലാ അംഗങ്ങൾക്കും. പക്ഷേ ഇത്തവണ ജനറൽ ബോഡി നടക്കുന്നതിന് മുമ്പ് അങ്ങനെ ഒരു പരിപാടി നടന്നിട്ടേ ഇല്ല. കണക്ക് പലയിടത്തും പലതാ. ചോദ്യങ്ങൾ ചോദിക്കാതിരിക്കുമോ? ചോദ്യങ്ങൾ ചോദിച്ചു, മറുപടിയില്ല, ഇറങ്ങി ഓടി. അതാണ് സത്യം. അല്ലാതെ കഴിഞ്ഞ ദിവസം ലക്ഷ്മിപ്രിയ പറഞ്ഞ കണക്കത്തെ ഒരു പരിപാടിയൊന്നും അല്ല അവിടെ നടന്നിരിക്കുന്നത്. പിടികിട്ടിയില്ലേ? പിന്നെ 1500 രൂപ പെൻഷൻ കൂടുതൽ കൊടുക്കാനായിട്ട് അതിന് സ്പോൺസർ ഈ നമ്മുടെ ഹസീന ചേച്ചി, ഉഷ ഹസീന ചേച്ചി തന്നെ മുന്നോട്ട് പോകുമ്പോൾ പറയുന്നുണ്ട്, അമ്മയ്ക്ക് ആവശ്യത്തിനുള്ള ഫണ്ടുണ്ട്, ഓക്കെ, അവിടെയുള്ള എല്ലാവർക്കും പെൻഷൻ കൊടുക്കാനായിട്ടുള്ള ഫണ്ടൊക്കെ ഉണ്ട്, പെൻഷൻ വേണ്ടവർക്കെല്ലാം പെൻഷൻ കൊടുക്കാനായിട്ടുള്ള ഫണ്ട് അവിടെയുണ്ട്. പിന്നെ പുറത്തുനിന്നൊരു സ്പോൺസറിൻ്റെ നിന്ന് മേടിച്ചിട്ട് ഞങ്ങൾക്ക് വേണ്ട, അതിനേക്കാളും നല്ല ഞങ്ങളെ തെണ്ടാൻ വിട്ടൂടെ എന്നൊക്കെയാണ് ചേച്ചി ചോദിക്കുന്നത്. ചോദിച്ചതിനകത്ത് ഒരു തെറ്റുമില്ല. ഒരു സംഘടനയിലെ അംഗങ്ങളാണ് അവർ, ഒരു സംഘടനയിലെ അംഗങ്ങൾ, അവർക്ക് ആ സംഘടനയാണ് കൊടുക്കേണ്ടത്.
ആ സംഘടന അതിന് വേണ്ടിയിട്ട് പല പരിപാടികൾ നടത്തുന്നുണ്ട്, ഓർഗനൈസ് ചെയ്യുന്നുണ്ട്. ആ ഓർഗനൈസ് ചെയ്യുന്നതിനകത്തു നിന്നൊക്കെ പൈസ നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. ലാലേട്ടനും മമ്മൂക്കയൊക്കെ ഒരു പരിപാടിക്ക് വന്നു കഴിഞ്ഞാൽ നല്ല പൈസ കിട്ടും. അങ്ങനെ പൈസ കിട്ടുന്നുണ്ട്. അതൊന്നും പോരാ, പുറത്തുനിന്ന് കൊണ്ടുവരണമെന്ന്. ഏത് കാര്യം പിടികിട്ടിയല്ലോ. അല്ല, ഈ പുറത്തുനിന്ന് കൊണ്ടുവരാനായിട്ട് ഇടയ്ക്ക് മീഡിയേറ്ററായിട്ട് മെയിൻലി താല്പര്യം കാണിച്ച് നിൽക്കുന്നത് ശ്വേതാ മേനോൻ ചേച്ചി തന്നെയാണ് പറഞ്ഞത് 20% എടുക്കാം, ആര് കൊണ്ടുവന്നാലും എടുക്കാമെന്ന്. വേറെ ആര് കൊണ്ടുവരുന്നതിനെക്കാട്ടിലും കൂടുതൽ ചേച്ചിക്ക് കൊണ്ടുവരാൻ പറ്റുമോ ചേച്ചിക്ക് അറിയാം. അപ്പോൾ കണക്കായല്ലോ, 20% എൻ്റെ കമ്മീഷൻ എല്ലായിടത്തും കാണിക്കാം. അതായിരുന്നു പരിപാടി ഇവരുടെ. മനസ്സിലായില്ലേ? എന്തായാലും നിങ്ങൾ ബാക്കി കേക്ക്. ഉഷാ ഹസീന ചേച്ചി പറയുന്നത് കേൾക്കുക. പിച്ചയ്ക്ക് വിട്ടൂടെ എന്നാണ് ചോദിക്കുന്നത്. ഇതിനേക്കാളും നല്ല ഞങ്ങൾ പിച്ചെടുക്കാൻ പൊക്കോളാന്ന് ചോദിക്കുന്നത്. ഇതിനൊക്കെ ലക്ഷ്മപ്രിയ ഇനി മിണ്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം വാ തുറന്ന് പറയുമ്പോഴൊക്കെ പ്രശ്നങ്ങളാണ്. ചേച്ചിയുടെ പുറകിലുള്ള ആൾക്കാർ പറഞ്ഞു കാണും, പൊന്നുമോളെ നീ ഇനി മിണ്ടരുത്, മിണ്ടാതെ വീട്ടിൽ ഇരുന്നോ. ഉറപ്പായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതാണ് ഇനി നമ്മൾ അങ്ങോട്ട് കാണാൻ സാധ്യതയില്ല. എന്തായാലും നമുക്ക് ബാക്കി കേൾക്കാം. പക്ഷെ അതൊന്നും നമുക്ക് അയച്ചിട്ടില്ല. പോസ്റ്റലിൽ നമുക്ക് ഈ ജനറൽ ബോഡിയാണെന്ന് പറഞ്ഞ ഒരു ലെറ്റർ വന്നത് തന്നെ 29-ാം തീയതി ഡേറ്റ് ഇട്ടിട്ട്, മെയ് 29-ാം തീയതി ഡേറ്റ് ഇട്ടിട്ട് വരുന്നത് ജൂൺ ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ ജനറൽ ബോഡിയുടെ ഒരു 3 ദിവസം മുമ്പാണ് കൊറിയറിൽ ഈ ലെറ്റർ വരുന്നത്. പലർക്കും കിട്ടിയില്ല. വാട്സപ്പിൽ ഇങ്ങനെ പറയുന്നതല്ലാതെ സാധാരണഗതിയിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി കഴിയുമ്പോൾ അവിടെ എടുക്കുന്ന തീരുമാനങ്ങളും എന്തൊക്കെ കാര്യങ്ങളാണെന്നുള്ളത് പോസ്റ്റലിൽ നമുക്ക് അറിയിക്കും. അതാണ് കീഴ്വഴക്കം. പക്ഷെ അതൊന്നും ഈ കാലയളവിൽ ഈ ഭരണസമിതി ചെയ്തിട്ടില്ല. റിപ്പോർട്ടും കണക്കും അയച്ചിട്ടില്ല. അവിടെ വന്നപ്പോഴാണ് നമ്മുടെ കയ്യിലൊക്കെ ഇത് തരുന്നത്. അവിടെ ഇരുന്ന് എങ്ങനെ നോക്കാനാ? അത് അവിടെ പ്രിന്റ് ചെയ്ത് വന്ന കണക്ക് വേറെ, ഇവര് വായിച്ച കണക്ക് വേറെ, ഇവര് വാട്സപ്പിൽ അയച്ചു തന്നത് വേറൊന്നും. ഇങ്ങനെ പരസ്പരം ബന്ധമില്ലാത്ത ഒരു റിപ്പോർട്ടും കണക്കുമാണ് അവരവിടെ കൊണ്ടുവന്നത്. അപ്പൊ ഒരു ജനറൽ ബോഡി എന്ന് പറയുമ്പോൾ, ഒരു സംഘടനാപരമായിട്ട് നോക്കുമ്പോൾ കണക്കും റിപ്പോർട്ടും ശരിയല്ലെങ്കിൽ എന്താ ചെയ്യുക? അത് എക്സ്പ്ലനേഷൻ കൊടുക്കുക, അല്ലെങ്കിൽ പിൻവലി അവര് രാജിവെക്കാൻ മാറണം. അതാണ് വേണ്ടത്. അതാണ് അവിടെ സംഭവിച്ചത്. 2 പ്രാവശ്യം കൈപൊക്കാം. അതിനു മുൻപ് തന്നെ അപ്പൊ ചോദിക്കും അവിശ്വാസ പ്രമേയം എന്തുകൊണ്ട് ചെയ്തു എന്നുള്ളത്. അതിന് തക്കതായ കാരണമുണ്ട്. അതായത് ഈ പറഞ്ഞില്ലേ 1500 രൂപ കൈനീട്ടം കൂട്ടിത്തരുമെന്ന്. ഈ പെൻഷൻ ഞങ്ങൾക്ക് തരുന്നത് അമ്മയുടെ ഫണ്ടിൽ നിന്നാണ്. ഈ 1500 രൂപ പെൻഷൻ തരുമെന്ന് പറയുന്നത് ഒരു സ്പോൺസറുടെ കയ്യിൽ നിന്ന് തരുമെന്നാ പറയുന്നത്. ഇത്രയും കാലത്തിന്റെ ഇടയ്ക്ക് നമുക്ക് പെൻഷൻ തന്നുകൊണ്ടിരുന്ന അമ്മയുടെ ഫണ്ടിൽ നിന്നാണ്. അമ്മയുടെ ഫണ്ടിൽ നിന്ന് ഞങ്ങളത് വളരെ അഭിമാനപൂർവ്വമാണ് ആ പൈസ കൈനീട്ടം സ്വീകരിക്കുന്നത്. മമ്മൂക്കായും ലാലേട്ടനും ഉൾപ്പെടെയുള്ള ആൾക്കാര് സ്റ്റേജ് ഷോ നടത്തി, ചാനലുകളിൽ സ്റ്റേജ് ഷോ നടത്തിയിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ഫണ്ട് കൊണ്ടാണ് നമുക്ക് ഈ എല്ലാ കാര്യങ്ങളും നടത്തിക്കൊണ്ടിരുന്ന. ആവശ്യത്തിനുള്ള പണം അമ്മയുടെ അക്കൗണ്ടിൽ ഇപ്പോഴും ഉണ്ട്. ഈ കുടുംബസംഗമം നടത്തിയിട്ടാണ് സഞ്ജീവനി പോലുള്ള പദ്ധതിക്ക് വേറെ പണവും അക്കൗണ്ടിലുണ്ട്. അപ്പൊ പിന്നെ എന്തിനാണ് പുറത്തുനിന്ന് ഒരാളുടെ സ്പോൺസറുടെ പൈസ വാങ്ങി ഞങ്ങൾക്ക് പെൻഷൻ കൂട്ടി തരേണ്ട ആവശ്യം എന്താണ്? അതിനേക്കാളും നല്ല ഞങ്ങളങ്ങ് തെണ്ടാൻ വിടുന്നതല്ലേ. അതെ, ഞങ്ങൾക്ക് എന്തിനാ മറ്റുള്ളവരുടെ ഔദാര്യം? ഞങ്ങളുടെ സംഘടന തരുന്ന കൈനീട്ട അഭിമാനപൂർവ്വം ഞങ്ങളത് വളരെ സന്തോഷത്തോടെ സ്വീകരിക്കുന്ന. ആ പൈസക്ക് 1500 രൂപയ്ക്ക് ഒരു സ്പോൺസർ കണ്ടുപിടിച്ചുകൊണ്ട് വന്നിരിക്കുന്നു പുറത്തുനിന്ന്. അതിനകത്ത് വേറൊരു കാര്യം ഒന്ന് ഇടയ്ക്ക് ചോദിക്കുകയാണ്. ഇന്നലെ കണ്ട ന്യൂസില് അദാനി 25 ലക്ഷം രൂപ അമ്മയ്ക്ക് ഫണ്ട് ചെയ്യുന്നു എന്ന് പറയുന്നു. എന്തിന്? അതാണ് ജനങ്ങളുടെ ചോദ്യം. അതാണ് ഞങ്ങള് എന്തിന്? അതാണ് നമുക്കും ചോദിക്കാനുള്ളത്. എന്തിന്? അപ്പൊ ഇന്ത്യയിലുള്ള എല്ലാ സംഘടനകൾക്കും അദാനി അങ്ങനെ കൊടുക്കുന്നുണ്ടോ? എല്ലായിടത്തും കൊടുക്കുന്നുണ്ടോ? അല്ലെങ്കിൽ എല്ലാവർക്കും കൊടുക്കുവോ? എല്ലാ സംഘടനകൾക്കും, സിനിമയുടെ മാത്രമല്ല ഞാൻ ചോദിക്കുന്നത്. ഇവിടെ പൈസ എറിയുന്നുണ്ടെങ്കിൽ അത് എന്തിന്? ശ്വേത ചേച്ചിയുടെ കണക്ഷൻ അത് ഏത് വഴിയൊക്കെ പോകുമെന്ന് നമുക്കറിയാം. നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞതാണ്. വീണ്ടും ഞാൻ അതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കുന്നില്ല. എൻ്റെ പഴയ വീഡിയോകൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഒരു കണക്ഷൻ്റെ ഒരു രീതി എങ്ങോട്ടാണ് പോണേന്ന്. രാഷ്ട്രീയ മതം അതിലെ ചില അംഗങ്ങൾ, എന്തിന് അൻസിബ ഉൾപ്പെടെ പറയുന്നത് പോലെ, അത് രണ്ടും ഇവിടെ തിരികാനുള്ള നല്ല പരിപാടി ഉണ്ടായിരുന്നു. അത് നടന്നില്ല. അതാണ് അൻസിബയോടുള്ള ഇത്രയ്ക്കുള്ളൊരു ദേഷ്യം. അവരുടെ പേഴ്സണൽ കാര്യങ്ങളിലേക്ക് പോലും തലയിടാനായിട്ടുള്ള ഒരു മടിയും കാണിക്കാതെ പോയി തലയിടുന്നത്, പല ആളുകളെയും വലിച്ചഴക്കുന്നത്. പിടികിട്ടിയോ? കാരണം ദേഷ്യം അങ്ങോട്ട് കിടന്ന് തിളക്കുകയാണ് ശ്വേത ചേച്ചിക്കൊക്കെ. ഒന്നും മിണ്ടാനും പറ്റത്തില്ല. മിണ്ടിക്കഴിഞ്ഞാൽ കയ്യിൽ നിന്ന് പോകുമെന്നറിയാം. തിരിച്ച് ചോദ്യങ്ങൾ വരും. ഇത്രയും പേരിതാ അവർക്കെതിരെ സംസാരിച്ചു തുടങ്ങിയെന്നല്ല, സംസാരിച്ച് കഴിഞ്ഞു. പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. അത് തന്നെ കാരണം, അല്ലാതെ വേറൊന്നുമല്ല. പിന്നെ ഉഷാ ഹസീന ചേച്ചി പറയുന്നത് പോലെ അവർക്ക് എന്തിനാണ് അമ്മ എന്ന താരസംഘടനയിലെ ആളുകൾക്ക് എന്തിനാണ് സ്പോൺസർഷിപ്പ് വഴി കിട്ടുന്ന പൈസ? ഈ ലക്ഷ്മിപ്രിയ ചേച്ചിയുടെ പേര് പറയുമ്പോഴേ മൊത്തത്തിൽ പ്രശ്നമാണ്.
ഉള്ള കാര്യം പറയാം. കഴിഞ്ഞ ദിവസം ഞാൻ ലക്ഷ്മി നക്ഷത്രയുടെ ഒരു വീഡിയോ ചെയ്തപ്പോഴും അവിടെയും ഈ ലക്ഷ്മി പ്രിയ കയറി വരുന്നത് എല്ലായിടത്തും. പോട്ടെ, പറ, കാര്യത്തിലേക്ക് വരാം. അപ്പോൾ 1500 രൂപ കൂട്ടിക്കൊടുക്കാനും അവിടുന്ന് ഇങ്ങോട്ട് ഇറക്കണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പൊരുൾ എന്താണ് മനസ്സിലാവുന്നില്ല. ഇതാണോ ഈ ലക്ഷ്മിപ്രിയ ചേച്ചി അല്ലെങ്കിൽ ശ്വേതാ മേനോൻ ഈ ഒരു അമ്മ എന്ന് പറയുന്ന ഒരു അന്നത്തെ ദിവസത്തെ ആ ജനറൽ ബോഡി മീറ്റിംഗ് കഴിഞ്ഞ് പുറത്തിറങ്ങിയതിന് ശേഷം വീട്ടിൽ പോയി പല ആളുകളെയും വിളിച്ച് പൈസ വന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഗുണമുണ്ടാവും പേഴ്സണലി എന്ന് പറഞ്ഞതിൻ്റെ ഒരു പൊരുൾ ഈ 1500 രൂപയുടെയാണോ? അല്ലല്ലോ, വേറെ ഇല്ലേ? ചില ആളുകൾക്ക് നല്ല രീതിയിൽ ഗുണം ഉണ്ടാകത്തില്ലേ ആ ഒരു സ്പോൺസർഷിപ്പ് ഒക്കെ കിട്ടിയ? സംശയം, ബാക്കി കേൾക്കാം. അവിശ്വാസ പ്രമേയം, ഞാൻ അവിശ്വാസ പ്രമേയത്തിന് മുന്നിൽ നിൽക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ജനറൽ ബോഡിക്ക് 2 ദിവസത്തിന് മുമ്പാണ് ഞാൻ അറിയുന്നത് നമ്മുടെ ലക്ഷ്മിപ്രിയ പൊന്നമ്മ ചേച്ചിയെ വിളിച്ചിട്ട് പറയാണ്, എന്നെ ജിഹാദി എന്ന് വിളിച്ച കാര്യം പറയൂ ജനറൽ ബോഡിയിൽ, ഉഷ ചേച്ചി പറയൂ എന്ന് ചോദിച്ചു. പറയും, ഞാനത് ചാനൽ ഞാൻ അന്ന് പറയും എന്ന് പറയും. അതെന്താണെന്ന് അറിയാമോ ചേച്ചി, എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടായി പൊന്നു ഈ നമ്മുടെ ഭരണസമിതി മാറിപ്പോയാൽ നമുക്ക് അദാനിയുടെ കയ്യിൽ നിന്ന് ഒരുപാട് ഫണ്ട് ശ്വേത ചേച്ചി റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ആ ഫണ്ട് കൊണ്ടും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. എന്തിനാണ് നമ്മുടെ അദാനിയുടെ ഫണ്ട് നമ്മുടെ അമ്മയ്ക്ക്? അപ്പൊ അവർ ഈ സംഘടന എങ്ങോട്ട് കൊണ്ടുപോകാനാണ് ഉദ്ദേശിക്കുന്നത്? എങ്ങോട്ട് കൊണ്ടുപോകാനാണ് ഉദ്ദേശിക്കുന്നത്? ഇതൊരു ശരിയായ രീതിയല്ല. അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അവിശ്വാസം. ഇനി ഈ ഭരണസമിതി ഇരുന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല. ഇത്തരം നമുക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്ത പല കാര്യങ്ങളും അതിനകത്ത് നടക്കാൻ പോകുന്നു. അതുകൊണ്ട് ഇനി ഇവര് വെച്ച് പൊറിപ്പിക്കാൻ പറ്റത്തില്ല എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് നമ്മൾ അവിശ്വാസ പ്രമേയം റെഡിയാക്കിയത്. നല്ല കാര്യങ്ങളിലും എല്ലാവരും അത് അവിടെ ഒരു ബിസിനസ് ആയിട്ട് ഈ ഭരണസമിതി കണ്ടു. കുടുംബസംഗമം നടത്തിയപ്പോൾ ആദ്യത്തെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ തന്നെ ഈ കുടുംബസംഗമവുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ചയിൽ തന്നെ പറഞ്ഞത് ആർക്ക് വേണമെങ്കിലും സ്പോൺസറെ കൊണ്ടുവരാം, ഇത്ര ശതമാനം കമ്മീഷൻ എടുക്കാം. ഇന്ന് വരെ അങ്ങനെ ഒരു സംഭവം അമ്മയിൽ ഉണ്ടായിട്ടില്ല. ആദ്യമായിട്ടാണ് അതൊക്കെ ഉണ്ടാകുന്നത്. അപ്പോ എന്നിട്ട് കൊണ്ടുവന്നിട്ട് പൈസ വാങ്ങിച്ചിട്ടുണ്ടോ ഇല്ലെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. അതിനെ കുറിച്ചൊന്നും എനിക്കറിയില്ല. അങ്ങനെയൊക്കെയാണ് അവിടെ സംസാരിച്ചുകൊണ്ടിരുന്നത്. അതിനുശേഷം ഈ കുടുംബസംഗമം നടത്തുമ്പോ സ്റ്റീഫൻ ദേവസി എന്ന് പറയുന്ന മ്യൂസീഷ്യന് 11 ലക്ഷം രൂപ കൊടുത്ത് കുടുംബസംഗമം എന്ന് പറയുന്നത് കുടുംബസംഗമത്തിലെ അംഗങ്ങൾക്ക് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ അമ്മയിലുള്ള മെമ്പർ. കേട്ടല്ലോ നിങ്ങള്, സ്റ്റീഫന്റെ പേരിലും അവിടെ 11 13 13.50 ലക്ഷം സോറി 13.5 ലക്ഷം അത്രയാണ് അവിടെ സ്റ്റീഫന് കൊടുത്തിരിക്കുന്നത്. സ്റ്റീഫൻ തന്നെ അത് സമ്മതിച്ചു. പക്ഷെ എന്ത് കാര്യത്തിന് അനാവശ്യ ചെലവുകൾ ഒരുപാട് ഈ കഴിഞ്ഞ ശ്വേതാ മേനോന്റെ മേളിലിരുന്നിരുന്ന അല്ലെങ്കിൽ അവരുടെ കീഴെ ഇരുന്നിരുന്ന ഈ ഒരു മേളിലല്ല, അവരുടെ കീഴെ ഇരുന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റി നല്ല രീതിയിൽ പൈസ മുക്കിയിട്ടുണ്ട്. അതിനകത്ത് കൈലാഷുണ്ട്, സരയുണ്ട്, പല പേരുകൾ ഞാൻ കേട്ടു. സരയുവിൻ്റെ ഹസ്ബൻഡിന് കൊടുക്കുന്നു 2.5 ലക്ഷം രൂപ. എന്തിന്? സംഘം എന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയിട്ട് സ്റ്റീഫൻ ദേവസിയെ കൊണ്ട് പെർഫോം ചെയ്യിപ്പിക്കുക. എന്തിന്? ഇത്രയും കാലമായിട്ട് കാണാത്ത പല പരിപാടികൾ, പല ലക്ഷങ്ങൾ പല കാര്യത്തിൽ പൊട്ടിച്ചു. എന്നിട്ട് അവസാനം അതിനൊന്നും കണക്കോ ഇല്ല. ഇനി 45 ദിവസം വേണമെന്ന് കണക്ക് കൊടുക്കാൻ. ഈ 10 മാസം പോരായിരുന്നു അവർക്ക് പല കണക്കുകളും അവിടെ കാണിക്കാൻ. ആദ്യം തൊട്ടുള്ള കണക്കുകളിൽ പ്രശ്നങ്ങളുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ബാക്കി കുറച്ചുകൂടി ഒന്ന് കേൾക്കാം. പെർഫോം ചെയ്യും, കുടുംബാംഗങ്ങൾ കാണുക. അപ്പൊ ഇതിനു മുമ്പ് ചാനലിലെ പരിപാടികളൊക്കെ നടത്തി. അപ്പൊ പല സ്റ്റാർഡമുള്ള ആൾക്കാരെയൊക്കെയാണ് വിളിക്കുന്ന ചാനൽ പറയുന്നവര്. അപ്പൊ അതിന്റെ ഒരു വിഷമം കുറെ അംഗങ്ങൾക്ക് പെർഫോം ചെയ്യാൻ കഴിവുള്ള കുറെ അംഗങ്ങളെ മാറ്റി നിർത്തുന്നു എന്നുള്ളൊരു പരാതിയൊക്കെ ഉണ്ടായിരുന്നു. ഞാനും പറഞ്ഞിട്ടുണ്ട് പരാതി. അതെ, അൻസിബ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, പാവപ്പെട്ട അമ്മമാർക്ക് കിട്ടുന്ന ഒരു അവസരം പലരും ഇല്ലാതാക്കി എന്നുള്ളത്. പാവപ്പെട്ട അമ്മമാര് മാത്രമല്ല, പിന്നെ എല്ലാ കഴിവുള്ള കലാകാരന്മാർക്ക് കിട്ടേണ്ട ഒരു അവസരം അത് കുടുംബസംഗമം കൊണ്ട് ഉദ്ദേശിച്ചത് തന്നെ. അങ്ങനെ മാറ്റി നിർത്തിയവരെയൊക്കെ ഒത്തുചേർത്തുകൊണ്ട് അവർക്കൊക്കെ ഒരു സ്റ്റേജ് അവര് മാത്രം എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് സ്റ്റീഫന്റെ കലാപരിപാടികളാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത്. ഇപ്പൊ സ്റ്റീഫൻ വന്ന് മെയിൻ സ്ട്രീം ചാനലിനോട് പറയേണ്ട ഒരു അവസ്ഥയൊക്കെ എത്തി. സ്റ്റീഫന്റെ ഒരു അവസ്ഥയല്ലേ, സ്റ്റീഫൻ പൈസ മേടിച്ചിട്ടുണ്ട്, കമ്മീഷൻ ഇപ്പൊ ആർക്കെങ്കിലും എടുത്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതുപോലും നമുക്ക് അറിയാൻ സാധിക്കില്ല. ഞാൻ കേട്ടിട്ടുണ്ട് കമ്മീഷനൊക്കെ അതിനകത്തുനിന്ന് പിടിച്ചിട്ടുള്ള കഥയൊക്കെ, പക്ഷെ തെളിവുകളില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെയാണ് എന്ന് ഞാനൊരിക്കലും പറയുന്നില്ല, പലതും കേൾക്കുന്നുണ്ട്. AMMA മലയാളത്തിൻ്റെ സ്വന്തം നടീനടന്മാരുടെ താരസംഘടന നാണക്കേടാണ്.
ഇതിലൊന്നും പെടാത്ത ഇപ്പം ഫഹദ് ഫാസിലാണെങ്കിലും ജയസൂര്യ ആണെങ്കിലും അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. അവർക്കൊക്കെ ലാലേട്ടൻ മമ്മൂക്ക പിന്നെ തിരിഞ്ഞേ നോക്കുന്നില്ല. അവർക്ക് വയ്യ. അവരെ കുറ്റം പറയാൻ ഞാൻ നിൽക്കില്ല. ഇതുപോലുള്ള ചീഞ്ഞ കേസിന് എന്തിനു തലയിടണം എന്ന് വിചാരിച്ചിട്ടായിരിക്കും. എന്താണെങ്കിലും ഈ ഒരു വിഷയത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ സപ്പോർട്ട് കംപ്ലീറ്റ്ലി. നമ്മൾ അതിനകത്ത് നടക്കുന്ന എമ്മാടത്തരങ്ങളെല്ലാം അറിഞ്ഞു. ശ്വേതാ മേനോനെയും ടീമിനെയും ഒന്നും ഒരു കാരണവശാലും സപ്പോർട്ട് ചെയ്യാൻ എന്നെ കിട്ടത്തില്ല. ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ. അടുത്ത വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് കാണാം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയർഡ്.